പശ്ചിമേഷ്യൻ യുദ്ധം ഇറാന്റെ വരുതിയിലായതിനാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കീഴടങ്ങുകയാണ്. ഇസ്രായേൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത് ഇറാനെ പ്രകോപിപ്പിച്ചിരുന്നു. ഗൾഫ് മേഖലയിലാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തി മറുപടി നൽകുന്നത്. ട്രംപ് ഇസ്രായേൽ ഇനി ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ ഇക്കാര്യം ഇസ്രായേലും ആവർത്തിക്കുകയാണ്. ഇറാനിലെ വാതക പാടങ്ങൾക്കും ഊർജ്ജ നിലയങ്ങൾക്കും നേരെ ആക്രമണം നടത്തില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ യുദ്ധം കൂടുതൽ വഷളാകാതിരിക്കാൻ ഈ നിലപാട് സ്വീകരിച്ചതെന്നാണ് വിശദീകരണം. ഇറാൻ അടുത്തിടെ ഇസ്രായേലിന് നേരെ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. ഇത് ആഗോള മേഖലയെയും എണ്ണ വിപണിയെയും സമ്പദ് വ്യവസ്ഥയും ബാധിക്കുമെന്നതിനാൽ ആക്രമണം തൽക്കാലം ഒഴിവാക്കാൻ ഇസ്രായേൽ തീരുമാനിക്കുകയായിരുന്നു. അന്താരാഷ്ട്ര ശക്തികളുടെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇസ്രായേലിന്റെ ഈ പിന്മാറ്റമെന്നാണ് സൂചന. ഇറാനിലെ ആണവ നിലയങ്ങളോ എണ്ണവാതക കേന്ദ്രങ്ങളോ ആക്രമിക്കുന്നത് മേഖലയിൽ യുദ്ധം കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ചത് തന്നെ അമേരിക്കയുടെ ആക്രമണത്തോടെയാണ്. ഊർജ്ജ സ്രോതസ്സുകൾക്ക് പകരം ഇറാന്റെ സൈനിക താവളങ്ങളെയും പ്രതിരോധ സംവിധാനങ്ങളെയും മാത്രം ലക്ഷ്യം വെച്ചുള്ള കൃത്യമായ തിരിച്ചടിക്ക് ഇസ്രായേൽ പദ്ധതിയിടുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഊർജ്ജ മേഖലയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ആക്രമണത്തിലേക്കാണ് പശ്ചിമേഷ്യൻ യുദ്ധം നീങ്ങുന്നത്. ഇസ്രായേലിന്റെ ഈ തീരുമാനം താൽക്കാലികമായി ആശ്വാസം നൽകുന്നതാണെങ്കിലും മേഖലയിലെ സമാധാനം അകലെയാണ്. തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റത്തിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഇറാൻ ആവർത്തിക്കുകയാണ്. ഇസ്രായേലും പിന്നോട്ടില്ലെന്ന് തുറന്നടിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇസ്രായേലിന്റെ നീക്കങ്ങൾ പശ്ചിമേഷ്യയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും. അതിനിടെ യുദ്ധ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ വഷളായി കഴിഞ്ഞു. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള 12 രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവനയെ തള്ളിക്കൊണ്ട് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തി. ഇസ്രായേലിനും അമേരിക്കയ്ക്കും സൈനിക ആവശ്യങ്ങൾക്കായി തങ്ങളുടെ മണ്ണ് വിട്ടു നൽകുന്ന അയൽ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്താൻ ഒരുങ്ങുകയാണ്. ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഈ രാജ്യങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് താവളമൊരുക്കുന്ന രാജ്യങ്ങളെയും കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായി കണക്കാക്കും. ഇറാന്റെ എണ്ണ പ്രകൃതിവാതക റിഫൈനറികൾ ലക്ഷ്യം വെച്ചാൽ ശക്തമായ തിരിച്ചടി ഇറാനിൽ നിന്നും പ്രതീക്ഷിക്കാം. മേഖലയിലെ സമാധാനം തകർക്കുന്നത് ഇസ്രായേലാണെന്നും അറബ് രാജ്യങ്ങളുടെ നീക്കം ഏകപക്ഷീയമാണെന്നും ഇറാൻ കുറ്റപ്പെടുത്തി. ആഗോള ഊർജ്ജ വിപണിയിലെ ആശങ്കകൾക്കിടെ ഇന്ത്യ നയതന്ത്ര നീക്കങ്ങൾ ഊർജിതമാക്കുകയാണ്. ഹോർമുസ് അടഞ്ഞുകിടക്കുന്നത് ആഗോള ഇന്ധനക്ഷാമത്തിന് കാരണമാകുമെന്ന ആശങ്ക ശക്തമാണ്. കൂടാതെ കടലിടുക്കിലെ പ്രതിസന്ധി ഡിജിറ്റൽ ലോകത്തെയും സാരമായി ബാധിച്ചേക്കും. ലോകത്തെ ഡിജിറ്റലായി ബന്ധിപ്പിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളുടെ വലിയൊരു ശൃംഖല ഹോർമുസ് കടലിടുക്കിലൂടെയും ചെങ്കടലിലൂടെയുമാണ് കടന്നുപോകുന്നത്. ഏഷ്യയെയും യൂറോപ്പിനെയും ആഫ്രിക്കയെയും ബന്ധിപ്പിക്കുന്ന 17 പ്രധാന കേബിളുകൾ ഈ മേഖലയിലുണ്ട്. ഇമെയിൽ, വീഡിയോ കോളുകൾ, ബാങ്കിംഗ് ഇടപാടുകൾ, AI സേവനങ്ങൾ എന്നിവയെല്ലാം ഈ നേർത്ത കേബിളുകളെ ആശ്രയിക്കുകയാണ്. ഇന്ത്യയുടെ വിദേശ ഡാറ്റ കണക്ഷനുകൾ ഈ ലൈനുകളുമായി നേരിട്ട് ബന്ധമുള്ളതിനാൽ ഇവിടെയും ഇന്റർനെറ്റ് വേഗത കുത്തനെ കുറയാൻ സാധ്യതയുണ്ട്. അതായത് കടലിടുക്ക് കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങൾ ലോകത്തെ തന്നെ തകിടം മറിച്ചേക്കും. തിരിച്ചടികൾ ലോകത്തിന്റെ സമാധാനം തല്ലിക്കെടുത്തുകയാണ്. രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, നയതന്ത്രത്തിലുള്ള പാളിച്ചകൾ, ലോകരാജ്യങ്ങളിലെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക ഇവയെല്ലാം പശ്ചിമേഷ്യൻ യുദ്ധം വിളിച്ചുവരുത്തിയ പ്രതിസന്ധികളാണ്. ഓരോ ദിനവും സമാധാനം പുലരുമെന്ന പ്രതീക്ഷ ഇനിയും അകലെയാവുകയാണ്.